desperado, desperado. In this together we live or we die. Hey guys, it's me Zaak. Welcome back to Zaak. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 1.5 വർഷം മുമ്പ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു റോക്കറ്റ് മേലോട്ടേക്ക് വിടാം, അതായത് നമ്മൾ തീയോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ എങ്ങനെ മേലോട്ടൊക്കെ വിടാം എന്നുള്ളൊരു സംഭവം, അതിനെ ഉപയോഗിക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും കൂടി സെറ്റപ്പ് ആയിട്ടുള്ള വേർഷൻ, അതായത് ഒന്നും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തത്. ആ വീഡിയോ കണ്ടിട്ടില്ലേ, ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അപ്പോൾ എല്ലാവരും പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ റിമോട്ട് കൺട്രോളല്ല ചെയ്യുന്നത്, നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ആക്കുമ്പോഴത്തേക്കും അത് ബും. അതേപോലെ നമുക്കിതിൽ ഒന്നുകൂടെ സാധനമുണ്ട്, നമുക്ക് ഇതിൽ തന്നെ എല്ലാ ടൈപ്പ് പടക്കങ്ങളും ഇതിൽ തന്നെ പൊട്ടിക്കാം. ആ ഒരു സെറ്റപ്പ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മൾ അതിൽ പടക്കം കൊണ്ടുപോയി വെക്കുക, കുറച്ച് മാറി നിന്നിട്ട് റിമോട്ട് നോക്കിയാൽ, റിമോട്ടല്ല, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ പടക്കം പൊട്ടും. നമ്മുടെ റോക്കറ്റ് ആണെന്ന് വെച്ചാൽ ആ റോക്കറ്റ് മേലോട്ടേക്ക് ലോഞ്ച് ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ആ സാധനം പോയി പരിചയപ്പെടാം. അപ്പോൾ നമ്മളെ മൊത്തം സെറ്റപ്പ് ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ അകത്താണ് മൊത്തം എല്ലാ കാര്യങ്ങളും ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു പൈപ്പ് പോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ റോക്കറ്റ് ഇടുന്നത്. സോ ഇതിലിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ നോഡ് MC കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 റിലേ ഉണ്ട്, പിന്നെ 1, 2, 3 ബാറ്ററി, പിന്നെ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി. ഇത്രയാണ് മെയിൻ സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്. ഇത് നമ്മുടെ റോക്കറ്റിൻ്റെയൊക്കെ, അതായത് നിക്രോം വയറിൻ്റെ സ്വിച്ചാണ്. ഓക്കെ, റോക്കറ്റിലേക്ക് നിക്രോം വയറിലേക്ക് പവർ കൊടുക്കുന്നതിൻ്റെ സ്വിച്ചാണ് ഇത്. ഇത് 1, 2, 3 ബാറ്ററി അതിൻ്റെയാണ്. ഓക്കെ, ഇതിലൊരു ബാറ്ററി നമ്മുടെ നോഡ് MC പ്രവർത്തിക്കാനുള്ളതാണ്. ഓക്കെ, ഇത് നല്ല ക്ലോസ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ റോക്കറ്റ് ഇടുന്ന പമ്പ്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു നിക്രോം വയറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു നിക്രോം വയറുണ്ട്. ഈ നിക്രോം വയർ ഹീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഈ റോക്കറ്റിൻ്റെ ബാക്കിലുള്ള തിരിയായി ടച്ച് ചെയ്യുമ്പോൾ റോക്കറ്റ് പ്രവർത്തിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഇത് എവിടെയും ഒരു നിക്രോം വയറുണ്ട്. ഇത് നമ്മുടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നിക്രോം വയർ വെച്ച്. ഈ 2 നിക്രോം വയറിൻ്റെ ഇടയിൽ വെച്ചാൽ എന്ത് ചെയ്യും, പടക്കങ്ങൾ ഇത് നിക്രോം വയർ ഹീറ്റ് ആകുമ്പോൾ ആ ഹീറ്റിൽ എന്ത് ചെയ്യും, പടക്കം പൊട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെയുള്ള സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ആക്കി ഒരു 1 മിനിറ്റ് ശേഷം കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള സ്വിച്ച് ഓൺ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ മൊബൈൽ എടുത്തിട്ടുണ്ട്. മൊബൈലിലും ഓക്കെ, സിസ്റ്റം ഓൺലൈനായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, നമ്മളിപ്പോൾ ഇത് ടപ്പ ഈ ഒരു സ്വിച്ച്, അതായത് ബോംബിൻ്റെ ഉള്ളതാണ്. അതായത് നമ്മൾ എന്താ പറയുക, പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനുള്ളതാണ് ഈ ഒരു സ്വിച്ച്. ഇത് നമ്മുടെ റോക്കറ്റിൻ്റെ ആണ്. ഉണ്ടോ, ഒരു ടപ്പ സൗണ്ട് കേൾക്കാം. നമ്മൾ നിക്രോം വയറിൻ്റെ സ്വിച്ച് ഇടുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ബോംബിൻ്റെ ഇത് കാണിച്ചു തരാം. ബോംബിൻ്റെ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ ഹീറ്റാകുന്നതാണ് അങ്ങോട്ട് കാണിച്ചത്. എന്താ, നിക്രോം വയർ ഹീറ്റായി വരുന്നുണ്ടോ? ഈ സ്വിച്ച് വെക്കുമ്പോൾ നിക്രോം വയർ ഇവിടെ ഹീറ്റാവും. ഇത് ബോംബിൻ്റെ കോയിലാണ്, റോക്കറ്റിൻ്റെ ആണ്. റോക്കറ്റിൻ്റെതാണ്. നമ്മളിവിടുന്ന് സ്വിച്ച് വെക്കുമ്പോൾ അവിടെ ഹീറ്റാകുന്നതായിരിക്കും. അവിടെയും ചുവപ്പ് ഹീറ്റാവും. സോ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിത് പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ പുറത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പടക്കം ഇടാൻ പോവാണ്. ഓക്കെ, തിരി ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, തിരി ഇതിൻ്റെ മുകളിൽ കൊള്ളുന്ന രീതിയിലാണ് ഇട്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് പടക്കം വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും 2 ഒരുമിച്ച് വെച്ചേക്കാം. ഒരു പടക്കം എടുത്ത് സൈസ് നമ്മുടെ DVD പടക്കം, ഇതിനെന്താ പേരെന്നൊന്നും പറയാൻ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വെക്കാണ് ഗൈസ്. ഓക്കെ, അതും ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് വച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, നമ്മൾ ഇനി ഇവിടെയുള്ള സ്വിച്ച് ഇടണം. സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ മൊബൈൽ ഫോൺ
Помни имена, лица номера. Я помню только пин-код, не за мастер-класс.